ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇങ്ങനൊരു സിനിമ സത്യം പറഞ്ഞ മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഇത് ഉറപ്പായിട്ട് പൊക്കി പറയേണ്ട സിനിമയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർ കിട്ടിലനായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കാന്താരയൊക്കെ ഹിറ്റാക്കി ഇത് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ മലയാളത്തിൻ്റെ ഓണം റിലീസുകളൊക്കെ ഓണായിരിക്കുകയാണ്. മോസ്റ്റ് അവൈറ്റഡ് മലയാളത്തിൽ നിന്ന് എത്തുന്ന ഒരു ബ്രഹ്മാണ്ഡ 3D ചിത്രം ടൊവിനോയുടെ ARM അജയൻ്റെ രണ്ടാം മോഷൻ. അപ്പോൾ എന്തായാലും കേരളത്തിലെ ആദ്യത്തെ 3D ഷോ കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു ഓണത്തിന് വെയിറ്റ് ചെയ്യുന്ന സിനിമ, ആദ്യം കാണാൻ പോകുന്ന സിനിമ ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഒരു വലിയ ഓണാശംസകൾ. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ARM റിവ്യൂലേക്ക്. അടിപൊളി കണ്ടേലത്തേക്ക് ടൊവിനോ തോമസിന്റെ മലയാളം ഇതുവരെ കാണാത്ത പടം. ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി എല്ലാം മൊത്തത്തിൽ അടിപൊളി. ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. മാത്രമല്ല ടൊവിനോര മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അടിപൊളി. ഒരു മാസ് എലമെന്റ് ആയിട്ടാണ് പോകുന്നത്. മറ്റേ കഥയിലൂടെ കറക്റ്റ് പോകുന്നുണ്ട്. വിഷ്വൽസ് പറയാൻ മസ്റ്റ് വാച്ചാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ബാഹുബലി റേഞ്ച് ഇത്ര നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയൊരു എന്താ പറയുക ഗംഭീര ഫിലിം വന്നതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. അത്രയധികം ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ് ആയിരുന്നു. 2D 3Dയിലോട്ട് കൺവേർട്ട് ചെയ്താണെന്ന് തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള മറ്റേ കൽക്കി പോലത്തുള്ള പരിപാടികളൊന്നുമില്ല. 3D നമുക്ക് എഫക്ട് ചെയ്യാൻ പറ്റുന്ന, പക്ഷേ ഭയങ്കര ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്ന നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഇങ്ങനൊരു സിനിമ സത്യം പറഞ്ഞ മലയാള സിനിമയിൽ വന്നിട്ടില്ല. മലയാള സിനിമയുടെ ഒരു ഇറ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല. കുഴപ്പമില്ല. ഒരു ഫോക്ലോർ പോലെ കണ്ടിരിക്കേണ്ട പടമാണിത്. പിന്നെ മെയിൻ പോസിറ്റീവ്സ് ആകെ തോന്നിയ പോസിറ്റീവ്സ് പെർഫോമൻസും പിന്നെ ബീജം ഒക്കെ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡ്യൂറേഷൻ നല്ലോണം കൂടിയ പോലെ തോന്നിയിട്ടുണ്ട്. നല്ല 3D. പക്ഷെ ചില സ്ഥലത്ത് ഈ വണ്ടർലയിലൊക്കെ 3D പടം കാണില്ലേ, ഈ ഫയറൊക്കെ ബ്ലോ ചെയ്യുന്നതും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വരുന്നത്, അതൊക്കെ പക്കേ നല്ല. അതൊക്കെ പക്കേ. കാന്താരയൊക്കെ ഹിറ്റാക്കി ഇത് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. മിന്നൽ മുരളിക്ക് മുകളിൽ മലയാളത്തിന്റെ പറഞ്ഞാല് നമ്മൾ അന്യഭാഷയിൽ ഇതേപോലത്തെ എഫേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പൊക്കി പറയുമല്ലോ. ഇത് ഉറപ്പായിട്ട് പൊക്കി പറയേണ്ട സിനിമയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവർ കിട്ടിലനായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 3D ആണ് കണ്ടത്. 3D നല്ല എഫക്റ്റ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പല സിനിമകളും ഇത് 2D ആണ്, 2D 3D കൺവേർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു സാധനമേ നമുക്ക് തോന്നില്ല. 3Dയിൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ അടുത്ത് വരും, തീരെ സാധനമൊക്കെ അടുത്ത് വരും. അതായത് ഡെപ്തും ഉണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊവിനോ നല്ല കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ചെയ്ത് ഹാർഡ് വർക്കിനുള്ള അംഗീകാരം കിട്ടണം പുള്ളിക്ക്. പിന്നെ 3D എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി നമ്മുടെ പുഷ് ചെയ്ത് കയറ്റിയ പോലെ ആയിപ്പോയി. നമുക്ക് വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് ഒരു ഫ്രഷ് കഥ തന്നെ അവർ എടുത്തിട്ടുണ്ട്. പറയുമ്പോഴത്തേക്കും ബ്രോ ഈ ഗൂസ് ബംസ് ഈ ബാഹുബലി ആ ടൈപ്പ് ഒന്നുമില്ല. പക്ഷേ ക്ലാസ് ആയിട്ട് മലയാളത്തിൽ നല്ല വിഷ്വൽ ആയിട്ടുള്ള 3D ഒരു പടം. മേക്കിംഗ് വേറെ ലെവലായിട്ട് പടമായിരുന്നു. എന്തായാലും ബേസിലുള്ള ശിഷ്യനാണല്ലോ ഇപ്പം പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു മിന്നൽ മുരളി ടച്ച് ഒക്കെ പലരും പറയുന്നത് കേട്ടോ. ആ ഒരു അത്ര അതിനേക്കാൾ മുകളിലാണ്. ഇതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു രക്ഷയില്ല. നല്ല ക്യാരക്ടർ ആയിരുന്നു. മേക്കിംഗ് വൈസ് എങ്ങനെയാണ്? 3D മേക്കിംഗ് വൈസ് കൊള്ളായിരുന്നു. എന്നാലും 3D ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. 2D കണ്ടാലും മതി, കുഴപ്പമില്ല. എന്തായാലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ ആ ഒരു വേൾഡിൽ ചിയോത്തിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അങ്ങ് പ്ലേസ് ചെയ്യും. അവിടെ ഒരു നാടോടി കഥയാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ടോവിനെ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ആക്ഷൻ ബ്ലോക്ക് ആ ഒരു സീനുണ്ട്, കുതിരപ്പുറത്ത് വരുന്ന സീനകം. എന്ത് സ്വാഗാണെന്ന് അറിയാം. കിട്ടിലനായിട്ട് പുള്ളി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ മൂഡും അങ്ങനെ ഭയങ്കര എൻഗേജ്മെന്റ് ആണ് പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ ടോട്ടലി ട്രഷർ ഹണ്ടാണ്. ഫസ്റ്റ് ഹാഫ് ക്യാരക്ടേഴ്സ് വെച്ച് കഥ ബിൽഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് ഒരു ട്രഷർ ഹണ്ട് പോലെ നല്ലോണാണ്. ഒരു വൻപം പടം എന്ന് പറയാനുണ്ടോ മലയാളത്തിന്റെ ഒരു ബ്രഹ്മാണ്ഡ പടം? ആ ഒരു ഹൈപ്പ് ആക്ഷൻ വൈസ് ഉണ്ട്. ആക്ഷൻ വൈസ് ടോവിനോ നന്നായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തു. 2D കണ്ടാലും മതിയോ? 3D മസ്റ്റ് ആണോ? 3D മസ്റ്റ് എന്നുള്ളതില്ല, പക്ഷെ 3D എഫക്ട്സ് ഉണ്ട്. അങ്ങനെ മലയാളത്തിന്റെ ഫസ്റ്റ് ഓണം എൻട്രി കിടിലൻ റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ പറയുന്നു ബ്രഹ്മാണ്ഡ പടം, മലയാളത്തിന്റെ സീൻ മാറ്റിയ ഒരു പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ട ഒരു അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക.